ഹരി ഓം. ആദികടലായ ശ്രീകൃഷ്ണായ നമഃ. എല്ലാവർക്കും എൻ്റെ വിഷു ആശംസകൾ. നമ്മൾ ഈ വർഷം 2024 ഏപ്രിൽ 14 തീയതിയാണ് വിഷു ആഘോഷിക്കുന്നത്. എല്ലാവർക്കും അറിയാം. അന്ന് 4:40 5 മണിക്കും മധ്യയുള്ള ശുഭമുഹൂർത്തത്തിൽ നമ്മൾ വിഷു ആഘോഷിക്കുകയാണ്, വിഷു കണി കാണുകയാണ്. അപ്പോൾ വിഷു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് അന്ന് നമ്മൾ വിഷു ആഘോഷിക്കുന്നു എന്നുകൂടി ചിന്തിക്കണം. ഏപ്രിൽ മാസം വിഷു ആഘോഷിക്കുന്നതിന് കാരണം പറയുന്നത് സൂര്യനും ചന്ദ്രനും, ഒരു കാരണം സൂര്യനും ചന്ദ്രനും ഒരേ ഫലം, ഒരേ സ്ഥാനത്ത് നിൽക്കുന്നു. അതായത് രണ്ടുപേർക്കും തുല്യ പ്രാധാന്യമുള്ള ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. അതായത് പകലും രാത്രിയും ഒരേപോലെ വന്നത്. അത് വിഷുവിന് തന്നെ അമരകോശത്തിൽ 2 പേരുണ്ട്. വിഷുവതെന്നും വിഷുവം എന്നും 2 പേര് വിഷുവിന് കൽപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പറയുന്നത് സമരാത്രം ദിവ്യകാലോ എന്നാണ്. പറഞ്ഞാൽ രാത്രിയും പകലും ഒരേപോലെ വന്ന ദിവസം എന്നാണ്. അപ്പോൾ ഒരേപോലെ വന്ന ദിവസം മറ്റു മാസങ്ങളിലും ഉണ്ടാവാം. അതായത് മേടമാസത്തിലെ പോലെ തന്നെ തുലാമാസത്തിലും നമുക്ക് ഒരേപോലെ വന്ന ദിവസമുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് മേടമാസത്തിൽ നമ്മൾ വിഷു ആഘോഷിക്കുന്നു എന്ന് ചിന്തിക്കണം. അപ്പോൾ അതിന് കാരണം പ്രകൃതി ദേവിയെ പൂജിക്കുന്ന ഒരു ദിവസമാണ് മേടമാസം 1. അതുകൂടാണ്ട് വസന്തകാല ആരംഭമാണ്, പിന്നെ ശകവർഷാരംഭമാണ്. അങ്ങനെയുള്ള പല പ്രത്യേകതകൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ മേടമാസം 1-ാം തീയതി തന്നെ വിഷു ആഘോഷിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഞാൻ പറഞ്ഞു സൂര്യനും ചന്ദ്രനും പ്രാധാന്യം കൽപ്പിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ട് പകലും രാത്രിയും ഒരേപോലെ വരുന്ന ദിവസമാണത്. അപ്പോൾ നമ്മുടെ ഐശ്വര്യങ്ങൾക്ക് പ്രധാനം നൽകുന്ന ആളാണ് സൂര്യൻ, സൂര്യഭഗവാനും ചന്ദ്രഭഗവാനും. അവർക്ക് ആ ദേവന്മാർക്ക് തുല്യ പ്രാധാന്യമുള്ളൊരു മാസമായിട്ട് നമ്മൾ ഈ വിഷു ആ ദിവസം മേടമാസം 1-ാം തീയതി ആഘോഷിക്കുകയാണ്. അന്ന് നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ വിഗ്രഹം വെച്ച് അതിൻ്റെ കൂട്ടത്തിൽ ചക്ക, മാങ്ങ, വെള്ളരിക്ക, മുരിങ്ങക്ക, നവധാന്യം, അഷ്ടമംഗലം ഇതൊക്കെ വെച്ച് നമ്മൾ കണി കാണുന്നു. അപ്പോൾ ചോദിക്കുക എന്തുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഫോട്ടോ വെച്ചു അല്ലെ പ്രതിമ വെച്ചു എന്ന് ചിന്തിക്കുമ്പോൾ മറ്റ് ദേവന്മാരെ വെച്ച് നമുക്ക് 30 കോടി ദേവന്മാരുള്ള നമുക്ക് എന്തുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാനെ മാത്രം വെച്ചു എന്ന് ചിന്തിക്കാം. അതിന് കാരണമായിട്ട് മറ്റൊരു ഐതിഹ്യമുണ്ട്. എന്തുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാന്റെ വിഗ്രഹം വെക്കുന്നു എന്നുള്ളതിന് ഒരു ഐതിഹ്യം കൂടിയുണ്ട്. അതിന് പറയുന്നത് പണ്ട് അതിശക്തനും തപസ്സുകൊണ്ട് അതിശക്തി നേടിയതുമായ ഒരു അസുരനുണ്ടായിരുന്നു. ആ അസുരൻ അതായത് നരകാസുരൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഈ നരകാസുരൻ സർവ്വലോകങ്ങളെയും ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയും എല്ലാ സന്യാസിമാരെയും സ്ത്രീകളെയൊക്കെ ഉപദ്രവിക്കാൻ തുടങ്ങി. അപ്പോൾ സർവ്വലോകങ്ങളും കീഴ്പ്പെടുത്തി അവനെ തോൽപ്പിക്കാൻ ആർക്കും പറ്റാത്തൊരവസ്ഥ വന്നു. അത് അങ്ങനെ അയാൾ സർവശക്തനായിട്ട് നിൽക്കുമ്പോൾ അയാൾക്ക് എന്തും ആവാമെന്നുള്ളൊരു ഭാവം വന്നു. എല്ലാവരെയും തോൽപ്പിച്ചു. അപ്പോൾ അദ്ദേഹം സന്യാസിമാരെയും സ്ത്രീകളെയൊക്കെ വല്ലാണ്ട് ഉപദ്രവിക്കാൻ തുടങ്ങി. അങ്ങനെയുള്ള സമയത്ത് ഈ രാജ്യങ്ങളിലുള്ള സുന്ദരിമാരായ രാജകുമാരിമാർ 10,000-ഓളം രാജകുമാരിമാരെ ഈ നരകാസുരൻ ബന്ദികളാക്കി, അതായത് അവരെ ബന്ധിച്ച് അയാളുടെ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് അന്തഃപുരത്തിൽ താമസിപ്പിച്ചു എന്നാണ്. അപ്പോൾ അങ്ങനെ പല ദുഷ്കർമ്മങ്ങൾ ചെയ്തപ്പോൾ ജനങ്ങൾക്ക് പൊറുതിമുട്ടി. ആ ജനങ്ങൾ അവസാനം ഒരു നിവൃത്തിയില്ല, ഭഗവാന്റെ അടുത്ത് വന്നു. ഈ സർവ ഭക്തന്മാർക്കും എല്ലാ അനുഗ്രഹം കൊടുക്കുന്ന, എല്ലാ സഹായം ചെയ്യുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ അടുത്തെത്തി ഭഗവാനോട് പറഞ്ഞു, അല്ലയോ ഭഗവാനെ ഞങ്ങളെ രക്ഷിക്കണം, അങ്ങല്ലാണ്ട് ഞങ്ങൾക്ക് മറ്റാരുമില്ല, ഈ നരകാസുരയിൽ നിന്നും രക്ഷ തരാൻ അങ്ങ് മാത്രമേ ഞങ്ങൾക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഭക്തന്മാരുടെ ഇഷ്ടങ്ങൾ സാധിച്ചു കൊടുക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ അവരുടെ ദുഃഖം മനസ്സിലാക്കിയിട്ട് പറഞ്ഞു, ശരി ഞാനത് വേണ്ടത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഭഗവാൻ സത്യഭാമയോടൊപ്പം യുദ്ധത്തിന് പോയിന്ന നരകാസുരൻ്റെ അടുത്ത് പോണത് സത്യഭാമയുൾപ്പെടെ പോയിന്ന സത്യഭാമ സമേതനായി യുദ്ധത്തിന് പോയി എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ചെന്ന് നരകാസുരൻ്റെ കൊട്ടാരത്തിൽ ചെന്ന് നരകാസുരൻ്റെ സൈന്യങ്ങളെയൊക്കെ ആക്രമിച്ചു, സൈന്യങ്ങളെല്ലാം തേരാളികളെയൊക്കെ കൊന്നു. അവസാനം എല്ലാവരെയും നശിപ്പിച്ച്, എല്ലാ ഭടന്മാരെയൊക്കെ നശിപ്പിച്ച് അവസാനം ഭഗവാൻ ചെന്നു നരകാസുരൻ്റെ അടുത്ത് യുദ്ധത്തിനായിട്ട്. നരകാസുരമായിട്ട് നേരിട്ട് യുദ്ധം ചെയ്യുകയും ആ നരകാസുരനെ വധിക്കുകയും ചെയ്തു. വധിച്ച് ഈ 1000 സ്ത്രീകളെയും സുരക്ഷിതരായി മോചിപ്പിച്ചു വിട്ടു. അതാണ് നമ്മൾ വിഷുവിന് പടക്കമൊക്കെ പൊട്ടിക്കണമെന്നാണ്. പടക്കമൊക്കെ പൊട്ടിച്ച് ഭയങ്കര ആഘോഷം നടത്തിയെന്നാണ്. അങ്ങനെ അതുകൊണ്ട് ആ സ്മരണയ്ക്കും കൂടിയാണ് ഭഗവാനെ നമ്മൾ ആ ഭഗവാന്റെ വിഗ്രഹം
നമ്മൾ കണി കാണാൻ വെക്കുന്നതെന്നാണ്. അത് അങ്ങനെ വെക്കുമ്പോൾ തന്നെ ഭഗവാന്റെ ഇപ്പോൾ ആദ്യമായി നമ്മൾ കണി കാണുന്ന ഭഗവാനെയും ഈ ഫലമൂലാദികളും കാണുമ്പോൾ അതിൻ്റെ ഒരു ഐശ്വര്യമുണ്ട്. ആ ഒരു വർഷം നമുക്ക് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാക്കി തരുമെന്നാണ് പറയപ്പെടുന്നത്. ഈ വർഷത്തെ ഈ കണിഫലം നോക്കിക്കഴിഞ്ഞാൽ ഞാൻ മുഹൂർത്തം പറഞ്ഞിരുന്നു, 4:40-നും 5 മണിക്കുള്ള മുഹൂർത്തത്തിലാണ് നമ്മൾ കണി കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കണിഫലമുണ്ട്. ആ ഒരു വർഷത്തേക്കുള്ളൊരു പൊതുഫലം ഞാൻ ഇവിടെ പറയുകയാണ്. ഈ വർഷം നമുക്ക് അത് അത്യുഷ്ണം ഉണ്ടാകുക, അഗ്നിബാധയുണ്ടാകുക, സൂര്യാഘാതമേൽക്കുക, പകർച്ചവ്യാധി, അങ്ങനെ പല രോഗങ്ങൾ കൊണ്ടുണ്ടാകുകയും യുദ്ധങ്ങൾ വരെ ഉണ്ടാവാവുന്ന രാജാക്കന്മാർ തമ്മിൽ, അതായത് രാജാക്കന്മാർ തമ്മിൽ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളുണ്ടാകുക, അതുപോലെ വന്യമൃഗങ്ങളിൽ നിന്ന് ഉപദ്രവം, കാട്ടിലുള്ള മൃഗങ്ങളെല്ലാം നാട്ടിലേക്ക് വരും എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള കുറേ ദോഷഫലങ്ങളുള്ള ഒരു വർഷമാണിത്. എല്ലാവരും ഈശ്വരനാമം ജപിക്കുകയും ഭഗവാനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. എല്ലാ ദുരിതങ്ങളിൽ നിന്നും മുക്തി തരണേ എന്ന് പ്രാർത്ഥിക്കുക.